Good morning, students. Today we are going to discuss about the ledger accounts of insurance policy method of redeeming debentures. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻഷുറൻസ് പോളിസി മെത്തേഡിൻ്റെ ജേണൽ എൻട്രീസും അതിൻ്റെ മറ്റ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സൊക്കെ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലത്തിൻ്റെ തന്നെ ലെഡ്ജർ അക്കൗണ്ട്സാണ്. എങ്ങനെയാണ് ലെഡ്ജർ അക്കൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻഷുറൻസ് പോളിസി മെത്തേഡും സിങ്കിങ് ഫണ്ട് റിഡംഷൻ മെത്തേഡുമായിട്ടുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്, ഇൻഷുറൻസ് പോളിസി മെത്തേഡിൽ ഇൻഷുറൻസ് പോളിസി നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റിന് തന്നെ എന്ത് ചെയ്യുന്നു, പർച്ചേസ് ചെയ്യുന്നു. അതായത് എന്നാണോ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് അന്ന് തന്നെ ഡിബഞ്ചർ റെഡീം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് പോളിസി നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, പോളിസി എടുക്കുന്ന അന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, പ്രീമിയം പേ ചെയ്യേണ്ടി വരും. അതേസമയം സിങ്കിങ് ഫണ്ട് മെത്തേഡിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതും എമൗണ്ട് സെറ്റ് അസൈഡ് ചെയ്യുന്നതും അവസാനത്തിലാണ്. എല്ലാ വർഷവും അവസാനത്തിലാണ് എമൗണ്ട് മാറ്റിവെക്കുന്നതും അങ്ങനെ മാറ്റിവെച്ചിട്ടുള്ള എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതും എല്ലാ ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിലാണ്. അതാണ് പ്രധാന വ്യത്യാസം. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാണ്, ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് മെത്തേഡ്, അതായത് സിങ്കിങ് ഫണ്ട് മെത്തേഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സിങ്കിങ് ഫണ്ട് മെത്തേഡും ഇൻഷുറൻസ് പോളിസി മെത്തേഡും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്, സിങ്കിങ് ഫണ്ടിൽ നമ്മൾ എമൗണ്ട് സെറ്റ് അസൈഡ് ചെയ്യുന്നു, P&L അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് മാറ്റി വയ്ക്കുന്നത് ഏറ്റവും അവസാനത്തിലാണ്. ഇവിടെയും അതുപോലെ തന്നെയാണ്, ഇൻഷുറൻസ് പോളിസി മെത്തേഡിൽ അതുപോലെ തന്നെയാണ്. പക്ഷേ എമൗണ്ട് മാറ്റിവെച്ചതിന് ശേഷമാണ് ആ എമൗണ്ട് സിങ്കിങ് ഫണ്ട് മെത്തേഡിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇവിടെ ഇൻഷുറൻസ് പോളിസി മെത്തേഡിൽ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം നടത്തുന്നത് നമ്മൾ പോളിസി പർച്ചേസ് ചെയ്യുകയാണ്. എപ്പോഴാണ് പോളിസി എടുക്കുന്നത്, അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ തുടക്കത്തിലാണ് മിക്കവാറും നമ്മൾ പോളിസി എടുക്കുന്നത്, അല്ലെങ്കിൽ എന്നാണോ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന അന്നാണ് പോളിസി എടുക്കുന്നത്. ആ സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യത്തെ പ്രീമിയം അടയ്ക്കുന്നു. എന്നിട്ട് അതാത് വർഷങ്ങളിലെ അവസാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്ന എമൗണ്ട് സെറ്റ് അസൈഡ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഇവിടെ ഇൻഷുറൻസ് പോളിസിയിൽ ഒരു പോളിസി അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ രണ്ട് അക്കൗണ്ടാണ് വേണ്ടത്. ഒന്ന് ഇൻഷുറൻസ് പോളിസി അക്കൗണ്ടും മറ്റൊന്ന് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ടാണ്. അതിൽ 2005 ജാനുവരി 1-ാം തീയതിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത്. 2005 ജനുവരി 1 ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്. അന്ന് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോളിസി പർച്ചേസ് ചെയ്യുന്നത്. അന്ന് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രീമിയം അടയ്ക്കുന്നത്. പ്രീമിയം അടയ്ക്കുന്ന എമൗണ്ട് 1,28,000 ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കുട്ടികൾക്ക് ഒരു ഡൗട്ട് ഞാൻ എഴുതിയുള്ള വ്യത്യാസം കാരണം ഉണ്ടായിരുന്നു. 1,28,000 ആണ് പ്രീമിയം അടയ്ക്കുന്നത്. പ്രീമിയം അടയ്ക്കുന്നതിനുള്ള ജേണൽ എൻട്രി ഇതാണ്. എന്താണ്, ഇൻഷുറൻസ് പോളിസി അക്കൗണ്ട് ലെറ്റർ ടു എന്താണ്, ബാങ്ക് അക്കൗണ്ട് എന്നാണ്. അതായത് നമ്മൾ 1,28,000 റുപ്പീസ് ഇൻഷുറൻസ് പോളിസി പ്രീമിയം ആയിട്ട് പേ ചെയ്യും കേട്ടോ. വേറെ ഒന്നുമില്ല, ആ വർഷം വേറെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാത്ത കാരണം രണ്ട് സൈഡ് ഈക്വലായിട്ട് വരയ്ക്കുന്നു. കൂടുതലുള്ള സൈഡിലെ എമൗണ്ട് താഴത്തേക്ക് എടുത്ത് എഴുതുന്നു. 1,28,000 ആണ് ടോട്ടല്. ഡബിൾ ലൈൻ ചെയ്യുന്നു. സെയിം എമൗണ്ട് അടുത്ത ക്രെഡിറ്റ് സൈഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. അവിടെയും അത് ടോട്ടൽ ചെയ്യുന്നു. ദെൻ ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്യുമ്പോൾ 1,28,000, വേറെ ഒന്നുമില്ല അല്ലേ. 1,28,000 ആണ്. ബാലൻസ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 2005 ഡിസംബർ 31. അപ്പോൾ ജനുവരി 1-ാം തീയതിയാണ് നമ്മൾ എമൗണ്ട് പേ ചെയ്തത്. ബാലൻസ് ചെയ്യുന്ന ഏറ്റവും ലാസ്റ്റാണ്. ബൈ ബാലൻസ് ക്യാരി ഡൗൺ 1,28,000. ഇനി അടുത്ത വർഷം, അതായത് 2006 ജാനുവരി 1 നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ. കഴിഞ്ഞ വർഷത്തെ ബാലൻസ് 1,28,000 ഇങ്ങോട്ട് ബ്രോഡ് ഡൗൺ ചെയ്തു. സെയിം ഡേറ്റിന് തന്നെ ജനുവരി 1-ാം തീയതി തന്നെ അടുത്ത വർഷത്തെ പ്രീമിയം, സെക്കൻഡ് ഇയറിലെ പ്രീമിയം ഡ്യൂ ആയി അത് നമ്മൾ പേ ചെയ്യുന്നു. ടു ബാങ്ക് അക്കൗണ്ട് 1,28,000. ഇത് രണ്ടാമത്തെ വർഷത്തെ പ്രീമിയമാണ്. പ്രീമിയം എല്ലാ വർഷവും സെയിം ആയിരിക്കും. അത് ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളതാണ്. പ്രീമിയം എല്ലാ വർഷവും സെയിം ആയിരിക്കും, സെയിം എമൗണ്ട് ആണ്. ആ വർഷം അവസാനം വേറെ ജനറൽ എൻട്രീസ് ഒന്നും ഇല്ലാത്ത കാരണം നമ്മൾ എന്ത് ബാലൻസ് ചെയ്യുന്നു.
അപ്പോൾ നമുക്ക് 2,56,000 ആണ് ടോട്ടൽ കിട്ടുന്നത്. അത് നമ്മൾ അടുത്ത വർഷത്തെ അല്ലെങ്കിൽ അടുത്ത സൈഡിലേക്ക് എടുത്ത് എഴുതുന്നു. 2,56,000 ടോട്ടൽ ചെയ്യുന്നു. ദെൻ 2006 ഡിസംബർ 31 നമ്മൾ ബാലൻസ് ചെയ്യുന്നു. ബൈ ബാലൻസ് ക്യാരി ഡൗൺ, ദാറ്റ് ഈസ് 2,56,000. അടുത്ത വർഷം ലാസ്റ്റ് ഇയറിലാണ് 2007 ജാനുവരി 1 നമ്മൾ ആദ്യം ടു ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് ഈ വർഷത്തേക്ക് നമ്മളെടുത്ത് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഈ വർഷത്തെ പ്രീമിയം സെയിം ഡേറ്റിന് തന്നെ ഈ വർഷത്തെ പ്രീമിയം അടയ്ക്കുന്നു ടു ബാങ്ക്, ദാറ്റ് ഈസ് 1,28,000. ഇനി ആ വർഷം അവസാനം ബാലൻസ് ചെയ്യല്ല വേണ്ടത്. ആ വർഷം അവസാനത്തിൽ നമ്മൾ പ്രീമിയം അല്ലെങ്കിൽ പോളിസി മെച്യൂർഡ് ആവുകയാണ്. ദാറ്റ് ഈസ് 2007 ഡിസംബർ 31 പോളിസി മെച്യൂർഡായി നമുക്ക് പൈസ കിട്ടുകയാണ് ബൈ ബാങ്ക് അക്കൗണ്ട്. നമ്മുടെ പോളിസി എമൗണ്ട് എന്ന് പറയുന്നത് 4 lakh rupees ആണ്. 4 lakh. ദെൻ രണ്ട് സൈഡ് ഈക്വലായിട്ട് വരയ്ക്കാം, ഡബിൾ ലൈൻ ചെയ്യാം, ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ ഈ സൈഡാണ് കൂടുതലായിരിക്കും മിക്കവാറും. 4 lakh. ഇവിടെ നമ്മൾ 4 lakh എഴുതി. 2,56,000 വരുമ്പോൾ 38,400. That is 16,000. ഡിസംബർ 31 ബാലൻസ് വരുന്ന 16,000 നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ബ്രാക്കറ്റിൽ നമ്മൾ പ്രോഫിറ്റാണ്, പോളിസിയുടെ പ്രോഫിറ്റാണ്. അത് നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അത് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ കുട്ടികൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബുദ്ധിമുട്ടില്ല, അക്കൗണ്ട് വരയ്ക്കാൻ കുറച്ചുകൂടി ഈസിയാണ്, സിങ്കിങ് ഫണ്ടിനേക്കാൾ ഈസിയാണ്. നമുക്ക് ഒന്നുകൂടി പറയാം. നമ്മൾ 2005 ജാനുവരി 1 പോളിസി എടുക്കുന്നത്. പോളിസി എടുക്കുന്ന അന്ന് തന്നെ പ്രീമിയം നമ്മൾ പേ ചെയ്യുന്നു. പ്രീമിയത്തിൻ്റെ ജനറൽ എൻട്രി നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? ഇൻഷുറൻസ് പോളിസി അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ടാണ്. പോളിസിയുടെ പ്രീമിയമാണ് നമ്മൾ അടച്ചത്. അപ്പോൾ പോളിസി അക്കൗണ്ടിൽ ടു ബാങ്ക് എന്ന് പറഞ്ഞ് ജാനുവരി 1 ഒരു ജനറൽ എൻട്രി വരുന്നു. 1,28,000 ആണ്. ആ വർഷം 31 വരെ ആ അക്കൗണ്ടിൽ യാതൊരു ട്രാൻസാക്ഷൻസും ഇല്ല. അപ്പോൾ ഡിസംബർ 31 ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞത് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്തു 1,28,000. അടുത്ത വർഷം 2006 ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ടു ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞ് 1,28,000 നമ്മൾ ഡെബിറ്റ് ചെയ്തു. ദെൻ ആ വർഷം ജനുവരി 1 തന്നെ വീണ്ടും അടുത്ത പ്രീമിയം 1,28,000 പ്രീമിയം പേ ചെയ്തു. അതും ബാലൻസ് ചെയ്തു നമ്മൾ 2,56,000 ബാലൻസിങ് ഫിഗറായിരുന്നു. അത് നമ്മൾ 2007 ജനുവരി 1 ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് 2,56,000 കൊടുത്തു. ആ വർഷത്തെ പ്രീമിയം ലാസ്റ്റ് ഇയർ ആണ്, പക്ഷേ പ്രീമിയം അടയ്ക്കണം. ജനുവരി 1 തന്നെ ടു ബാങ്ക് എന്ന് പറഞ്ഞ് 1,28,000 പ്രീമിയം പേ ചെയ്തു. ദെൻ ഡിസംബർ 31 2007 നമ്മൾ ആ പോളിസി മെച്യൂർഡായി നമുക്ക് പൈസ കിട്ടുകയാണ്. ഇൻഷുറൻസ് പോളിസി മെച്യൂർഡായപ്പോൾ ബൈ ബാങ്ക് പോളിസി അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് ടു പോളിസി അക്കൗണ്ടാണ്. അപ്പോൾ ബൈ ബാങ്ക് വന്നു. 4 lakh rupeesനാണ് നമ്മൾ പോളിസി എടുത്തിട്ടുള്ളത്. 4 lakh rupees. അപ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ബാലൻസ് ചെയ്യാം. അപ്പോൾ ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുവരെ അടച്ചത് 3 വർഷത്തെ പ്രീമിയമാണ്. 3 വർഷത്തെ പ്രീമിയം എന്ന് പറഞ്ഞാൽ 1,28,000 × 3, അതായത് 3,84,000 സംതിങ് വരും, 84,000 വരും. അപ്പോൾ ബാലൻസിങ് ഫിഗറായിട്ടുള്ള 16,000 എന്ന് പറയുന്നത് നമ്മൾ അടച്ചിട്ടുള്ള പൈസയും നമുക്ക് കിട്ടുന്ന പൈസയും നമ്മളുടെ ഡിഫറൻസാണ്, അതായത് പ്രോഫിറ്റാണ്. ആ പ്രോഫിറ്റ് നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക? ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി ലോസ് ആണെങ്കിലും അത് എവിടേക്ക് തന്നെയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? ഡിബഞ്ചർ റിഡംഷൻ ഫണ്ടിലേക്ക് തന്നെയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇനി നമുക്ക് അടുത്ത അക്കൗണ്ടിലേക്ക് പോവാം. ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടാണ്. ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ടാണ്. ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട് സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. നേരത്തെ സിങ്കിങ് ഫണ്ടും ഇതുമായിട്ട് ഏകദേശം അല്ലെങ്കിൽ സെയിം
ടൈപ്പ് അക്കൗണ്ട് തന്നെയാണ്. ആദ്യം 2005 ഡിസംബർ 31 നമ്മൾ ബൈ P&L അക്കൗണ്ട് നമ്മൾ സെറ്റ് അസൈഡ് ചെയ്യുന്ന എമൗണ്ടാണ്. ഇവിടെ പോളിസി അക്കൗണ്ടിലെ പ്രത്യേകത എന്താ വെച്ചാൽ, അല്ലെങ്കിൽ ഇൻഷുറൻസ് പോളിസി മെത്തേഡിലൊരു പ്രത്യേകത, നമ്മൾ പേ ചെയ്തതിന് ശേഷമാണ് സെറ്റ് അസൈഡ് ചെയ്യുന്നത്. പ്രീമിയം എമൗണ്ട് നമ്മൾ ഓൾറെഡി ജനുവരി 1-ാം തീയതി പേ ചെയ്ത് കഴിഞ്ഞു, എന്നിട്ടാണ് ഡിസംബർ 31 നമ്മൾ എന്ത് ചെയ്യുന്നത്, സെറ്റ് അസൈഡ് ചെയ്യുന്നത്. അതേസമയം സിങ്കിങ് ഫണ്ട് മെത്തേഡാണെങ്കിൽ ഓൾറെഡി സെറ്റ് അസൈഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുള്ളൂ. അങ്ങനെ ഒരു വ്യത്യാസം മാത്രമാണ്. അത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഈ മെത്തേഡ് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഡിസംബർ 31 വരെ വേറെ ഒന്നും ഇല്ലാത്ത കാരണമുണ്ട്, അല്ലെങ്കിൽ ഡിസംബർ 31 ശേഷം അല്ലെങ്കിൽ അന്ന് തന്നെ വേറെ ട്രാൻസാക്ഷൻസ് ഒന്നും ഇല്ലാത്ത കാരണം നമുക്കിത് ബാലൻസ് ചെയ്യാം. ടു ബാലൻസ് carried on 1,28,000. അടുത്ത വർഷത്തേക്ക് 2006 ജനുവരി 1-ാം തീയതി നമ്മളിത് ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞ് നേരത്തെ ക്ലോസിംഗ് ബാലൻസ് ഈ വർഷത്തെ, കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് ഈ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരും. ഇനി 2006 ഡിസംബറിലാണ് അടുത്ത ജേണൽ എൻട്രി വരുന്നത്. ഡിസംബർ 31 അടുത്ത ജേണൽ എൻട്രി വരുന്നത്. നേരത്തെ പോലെ തന്നെ ബൈ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, ബൈ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് 1,28,000 ആണ്. ഈ വർഷവും അതിന് ശേഷം പിന്നെ വേറെ ജേണൽ എൻട്രീസ് ഒന്നുമില്ല. രണ്ട് സൈഡ് ഈക്വലായിട്ട് വരയ്ക്കുക, ബാലൻസിങ് നടത്തുക എന്ന് പറഞ്ഞാൽ നേരത്തെ ചെയ്ത പോലെ തന്നെ എത്രയാണ്, 2,56,000. അതന്നെ അടുത്ത സൈഡിലേക്ക് എഴുതുക. 2006 ഡിസംബർ 31 ടു ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് 2,56,000. അടുത്ത വർഷം 2007, ലാസ്റ്റ് ഇയർ ആണ് 2007 ജനുവരി 1-ാം തീയതി ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ 2,56,000. ആ വർഷം സെറ്റ് അസൈഡ് ചെയ്യുന്ന എമൗണ്ട്, ഡിസംബർ 31 സെറ്റ് അസൈഡ് ചെയ്യുന്ന എമൗണ്ട് P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് 1,28,000. ഇനി നമുക്കിവിടെ ഇത് കൂടാതെ ഒരു പോളിസി അക്കൗണ്ട്, ഇൻഷുറൻസ് പോളിസി അക്കൗണ്ടിൽ നിന്ന് നമുക്ക് എന്ത് മാറിയിട്ടുണ്ട്, 16,000 പ്രോഫിറ്റ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഡിസംബർ 31 തന്നെ 16,000 പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇത്ര ആയിക്കഴിഞ്ഞാൽ ഇത് ബാലൻസ് ചെയ്യാം. അപ്പോൾ ഇത് 4 lakh വരിക, സെയിം എമൗണ്ടാണ് വരിക. $4 lakh കൂടെ ടോട്ടൽ എഴുതി. 2007 ഡിസംബർ 31 ഉള്ള ടോട്ടൽ ബാലൻസ് അത് ടു ജനറൽ റിസർവ് അക്കൗണ്ട്, ജനറൽ റിസർവ് അക്കൗണ്ട്. ഇതാണ് നമുക്ക് ലെഡ്ജറിൽ പഠിക്കാനുള്ളത്. ഒന്നുകൂടി നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ലെഡ്ജറിൽ നമ്മൾ സാധാരണ എല്ലാ ലെഡ്ജറും പോലെ തന്നെ 2 ലെഡ്ജറാണ് വർക്ക് ചെയ്യുന്നത്. ഒന്ന് ഇൻഷുറൻസ് പോളിസി അക്കൗണ്ടും മറ്റൊന്ന് സിങ്കിങ് ഫണ്ട് എന്നുള്ള ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട്. ഇതിൽ പോളിസി അക്കൗണ്ടിൽ നമ്മളെല്ലാ വർഷവും ആദ്യമാണ് പേ ചെയ്യുന്നത്. എല്ലാ വർഷത്തിലും തുടക്കത്തിലാണ് നമ്മൾ പോളിസിയുടെ പ്രീമിയം പേ ചെയ്യുന്നത്. അതേസമയം ഇവിടെ ആണെങ്കിൽ നമ്മൾ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നിന്ന് സെറ്റ് അസൈഡ് ചെയ്യുന്നത് എല്ലാ വർഷവും അവസാനമാണ്, ഡിസംബർ 31 കേട്ടോ. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഈ അക്കൗണ്ട് ഇത് ഇൻഷുറൻസ് പോളിസി അക്കൗണ്ടാണ്. തുടക്കത്തിൽ നമ്മൾ എന്നാണോ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് അന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്നു. ആ പോളിസി എടുക്കുക എന്ന് പറയുന്നത് ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നതിൻ്റെ പ്രീമിയം അടയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രീമിയം നമ്മൾ ഇവിടെ പേ ചെയ്തു. ആ പ്രീമിയം പേ ചെയ്ത ജേണൽ എൻട്രിയാണ് എന്ത്, ഇൻഷുറൻസ് പോളിസി അക്കൗണ്ട് അറ്റർ ടു ബാങ്ക് അല്ലേ.
ഇപ്പോൾ ഇൻഷുറൻസ് പോളിസിയിൽ എന്ത് വരും? ടു ബാങ്ക് എന്നാണ് വരിക. അപ്പോൾ ഇവിടെ ടു ബാങ്ക്, വേറെ ജേണൽ എൻട്രി ഒന്നും ആ വർഷമില്ല, അത് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്ത് അടുത്ത വർഷത്തേക്ക് ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കുക. ഓപ്പണിംഗ് ബാലൻസ് കൊടുത്ത് അടുത്ത വർഷവും എന്ത് ചെയ്യുന്നു? സെയിം ജേണൽ എൻട്രി തന്നെ ടു ബാങ്ക് തന്നെ 1,28,000 അത് ഡിസംബർ 31 ആയപ്പോൾ ക്യാരി ഫോർവേഡ് ചെയ്തു. അടുത്ത വർഷത്തേക്ക് ഓപ്പണിംഗ് ബാലൻസ് കൊടുത്തു. അടുത്ത വർഷവും സെയിം ജേണൽ എൻട്രി അയച്ചു, സെയിം പേയ്മെൻറ്റ് നടത്തി. ദെൻ എന്ത് ചെയ്യുന്നു? നമുക്ക് ആ വർഷം അവസാനം ഇൻഷുറൻസ് പോളിസി ഡ്യൂ ആയി ക്യാഷ് റിസീവ് ചെയ്തു. ദെൻ അതിലൊരു നമ്മൾ അടച്ച പൈസയും നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഷുറൻസ് പോളിസി തുകയും തമ്മിലുള്ള ബാലൻസ് പ്രോഫിറ്റ് അത് നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്തു? ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ട്രാൻസ്ഫർ ചെയ്തു. ഇത്രയാണ് ഈ പോളിസി മെത്തേഡിലുള്ളത്. അടുത്ത് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട്. ഇത് സിങ്കിങ് ഫണ്ടായാലും ഇതായാലും സെയിം ടൈപ്പ് ഓഫ് അക്കൗണ്ടാണ്, മാറ്റമൊന്നുമില്ല. ആദ്യമായിട്ട് നമ്മൾ 2005 ഡിസംബർ 31 അതായത് എന്നാണ് പോളിസി എടുത്തത് ആ വർഷം അവസാനമാണ് നമ്മൾ എമൗണ്ട് എന്ത് ചെയ്യുന്നത്? സെറ്റ് അസൈഡ് ചെയ്യുന്നു. ആദ്യം നമ്മൾ എമൗണ്ട് സെറ്റ് അസൈഡ് ചെയ്ത് 2005 ഡിസംബർ 31 1,28,000 പ്രീമിയം എമൗണ്ട് നമ്മൾ മാറ്റി. പ്രീമിയം എമൗണ്ട് അടച്ചത് P&L അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്തു, P&L അപ്രോപ്രിയേഷനിൽ. ദെൻ അടുത്ത വർഷത്തേക്ക് ഓപ്പണിംഗ് ബാലൻസ് 1,28,000 വന്നു. ആ വർഷം ഡിസംബർ 31 ആയപ്പോൾ 2006 ഡിസംബർ 31 ആയപ്പോൾ അടുത്ത വർഷത്തെ എമൗണ്ട് 1,28,000 നമ്മൾ സെറ്റ് അസൈഡ് ചെയ്തു. ദെൻ നെക്സ്റ്റ് ഇയറിൽ എത്രയാണ് ഓപ്പണിംഗ് ബാലൻസ്? 1,28,000 കൂടിയിട്ട് 2,56,000 അല്ലേ? അപ്പോൾ തേർഡ് ഇയർ ആയപ്പോൾ ആ വർഷമാണ് അവസാനിക്കുന്ന വർഷം 2007 ജനുവരി 1 ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് 2,56,000 വന്നു. ആ വർഷത്തെ എമൗണ്ട് സെറ്റ് അസൈഡ് ചെയ്യുന്നത് ഡിസംബർ 31 നമ്മൾ നടത്തി 1,28,000 പ്ലസ് നമ്മൾ ഇവിടെ നിന്നുള്ള പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്തു. അതായത് നമ്മൾ അടച്ച പൈസയും നമുക്ക് കിട്ടിയ ഇൻഷുറൻസ് പോളിസി തുകയും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ടുള്ള 16,000 രൂപ നമുക്ക് പ്രോഫിറ്റാണ്. ആ പ്രോഫിറ്റ് നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്തു? ഇൻഷുറൻസ് അല്ലെങ്കിൽ ഡിബഞ്ചർ പോളിസി അല്ലെങ്കിൽ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ദെൻ ടോട്ടൽ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി 4 lakh rupees ആകെയുള്ളത്. ആ ടോട്ടൽ എമൗണ്ട് നമ്മൾ ജനറൽ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ അതേപോലെ തന്നെയാണ്. സിങ്കിങ് ഫണ്ട് ആയാലും പോളിസി ഇൻഷുറൻസ് പോളിസി മെത്തേഡായാലും ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ക്ലോസിംഗ് ബാലൻസ് ഫുള്ളായിട്ട് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ജനറൽ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ് ആയിരുന്നു. റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്സിൽ 2 മെത്തേഡ് ഉണ്ട്. പ്രോഫിറ്റ്സ് ആർ സെപ്പറേറ്റ്ലി ഇയർമാർക്ക്ഡ് ഫോർ റിഡംഷൻ ആൻഡ് പ്രോഫിറ്റ്സ് ആർ നോട്ട് സെപ്പറേറ്റ്ലി ഇയർമാർക്ക്ഡ് ഫോർ റിഡംഷൻ. അതിലെ പ്രോഫിറ്റ്സ് സെപ്പറേറ്റ്ലി ഇയർമാർക്ക്ഡ് ഫോർ റിഡംഷൻ, അതായത് പ്രത്യേക പേര് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കുന്ന മെത്തേഡുകളാണ് സിങ്കിങ് ഫണ്ട് മെത്തേഡും ഇൻഷുറൻസ് പോളിസി മെത്തേഡും. ഒന്നുകൂടി പറയാം. പ്രോഫിറ്റ് സെപ്പറേറ്റ്ലി ഇയർമാർക്ക്ഡ് ഫോർ റിഡംഷൻ എന്ന് പറയുമ്പോൾ പേര് പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക പേരിലേക്ക് നമ്മൾ റെഡീം ചെയ്യുന്നതിന് വേണ്ടി മാറ്റിവെച്ച് ആ പേര് പറഞ്ഞുകൊണ്ട് എമൗണ്ട് പ്രോഫിറ്റിൽ നിന്ന് ഓരോ വർഷം മാറ്റിവെക്കുന്ന മെത്തേഡിനെയാണ് പ്രോഫിറ്റ് സെപ്പറേറ്റ്ലി ഇയർമാർക്ക്ഡ് എന്ന് പറയുന്നത്. ആ 2 മെത്തേഡാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇനി നമുക്ക് പഠിക്കാനുള്ള അല്ലെങ്കിൽ പേരിന് തിയററ്റിക്കലായിട്ടെങ്കിലും പഠിക്കാനുള്ള ടോപ്പിക്കാണ് റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ. ഡിബഞ്ചേഴ്സ് ക്യാൻ ബി റെഡീംഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ തിയററ്റിക്കലി. വേണമെങ്കിൽ നമുക്ക് പറയാം ക്യാപിറ്റലിൽ നിന്ന് നമുക്ക് റിഡംഷൻ ചെയ്യാം. പക്ഷേ അത്തരം കാര്യങ്ങൾ, അത്തരം ക്യാപിറ്റൽ നമ്മൾ റിഡീം ചെയ്യുന്ന സമയത്ത് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ ബാലൻസിനെ അത് വളരെയധികം ബാധിക്കുന്നു. വളരെ മോശമായിട്ടുള്ള രീതിയിൽ വർക്കിംഗ് ക്യാപിറ്റലിനെ ബാധിക്കുന്ന ഒരു മെത്തേഡ് ഓഫ് റിഡംഷനാണ് റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ. അതിന് വേറെ പ്രത്യേകിച്ച് റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ജേണൽ എൻട്രീസ് ഒന്നും ആവശ്യമില്ല. പ്രത്യേകിച്ച് ജേണൽ എൻട്രീസ് എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടി പ്രത്യേകിച്ചൊരു റിഡംഷന് വേണ്ടി സാധാരണ നമ്മൾ എഴുതുന്ന ജേണൽ എൻട്രീസ് അല്ലാതെ ഒരു സ്പെഷ്യൽ ജേണൽ എൻട്രീസ് ഒന്നും ആവശ്യമില്ല. എങ്കിലും കുട്ടികൾക്ക് അത് ഒന്നറിയാൻ വേണ്ടി, ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ എന്താണ് റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്നറിയാൻ വേണ്ടി, അതിനെന്ത് ജേണൽ എൻട്രീസ് ഒക്കെയാണ് എഴുതേണ്ടി വരിക എന്നറിയാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റലിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. പേജ് നമ്പർ 184, പ്രോബ്ലം നമ്പർ 14. ദാറ്റ് ഈസ് RK Limited redeemed on 31st December 2011 rupees 4 lakh 12% debentures out of capital എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം 4 ലക്ഷം രൂപയുടെ ഡിബഞ്ചേഴ്സ് ഉണ്ട്. അത് 12% ഡിബഞ്ചേഴ്സാണ് RK Limited എന്ന് പറയുന്ന കമ്പനിയാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. റിഡീം ചെയ്യുന്നു
December 31, 2011. അപ്പോൾ എങ്ങനെ ജേണൽ എൻട്രി പാസ് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാധാരണ ജേണൽ എൻട്രി ആണ്. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതാണ് ഞാൻ ജേണലിലൂടെ വരച്ച് വെച്ചിട്ടുണ്ട്. December 2011, December 31. നമ്മൾ ആദ്യം തന്നെ റിഡംഷൻ്റെ സാധാരണ വരുന്ന 2 സെറ്റ് ജേണൽ എൻട്രിയാണ്. ഒന്ന്, ആ ഡിബഞ്ചറിന് നമ്മൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ പേരിലേക്ക് മാറ്റുന്നു. 2, അവർക്ക് ക്യാഷ് പേയ്മെൻറ്റ് നടത്തുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ശ്രദ്ധിക്കുക കുട്ടികൾ, എപ്പോഴും നമ്മൾ ഡിബഞ്ചർ എഴുതുമ്പോൾ അതിനെ സ്പെസിഫൈ ചെയ്യാം. ഇവിടെ എന്താണ് 12% ഡിബഞ്ചേഴ്സ്, 12% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ എത്ര രൂപയാണ്? 4 lakh. ഇനി പ്രീമിയം ഒന്നുമില്ല, സെയിം എമൗണ്ട് ആണ്. ടു എന്താണ്? ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, ഹോൾഡേഴ്സ് അക്കൗണ്ട് 4 lakh. 4 ലക്ഷം രൂപ നമ്മൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ പേരിലേക്ക് 4 ലക്ഷം രൂപയുള്ള ഡിബഞ്ചേഴ്സ് നമ്മൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതിന് നമുക്ക് ജേണൽ എൻട്രി എഴുതാൻ പറ്റുന്നു, അല്ലെങ്കിൽ അതിന് നരേഷന് വേണമെങ്കിൽ എഴുതാം. നരേഷൻ ഈസ് ദ ബ്രീഫ് എക്സ്പ്ലനേഷൻ ഓഫ് ദി ജേണൽ എൻട്രി, ദാറ്റ് ഈസ് ഡിബഞ്ചേഴ്സ് ഡ്യൂ, അല്ലെങ്കിൽ ഡിബഞ്ചർ ഡ്യൂ. ഡ്യൂ എന്ന് പറഞ്ഞാൽ പേ ചെയ്യാറായിട്ടുണ്ട്. രണ്ടാമത്തെ ജേണൽ എൻട്രി അതിന് പേ ചെയ്യുന്ന ജേണൽ എൻട്രിയാണ്. ഇതിപ്പോൾ ഓൾറെഡി ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ പേരിലേക്ക് മാറ്റി കഴിഞ്ഞു. സെയിം ഡേറ്റിന് തന്നെ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ, ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 4 lakh to bank account, bank account 4 lakh. നരേഷ് എഴുതുക, എന്താണ്? പേയ്മെൻറ്റ് മെയ്ഡ്, അത്ര എഴുതിയാൽ മതി. പേയ്മെൻറ്റ് മെയ്ഡ്. ഇപ്പം ഇവിടെ ഒരു സ്പെഷ്യൽ ജേണൽ എൻട്രി ആവശ്യം വന്നില്ല നമുക്ക്. ഇത് എല്ലാ കേസിലും ഏത് മെത്തേഡാണെങ്കിലും ഡിബഞ്ചർ റെഡീം ചെയ്യുന്ന 2 ജേണൽ എൻട്രികളാണിത്. ഒന്ന്, ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ പേരിലേക്ക് ഡിബഞ്ചർ ട്രാൻസ്ഫർ ചെയ്തു, ഡ്യൂ ആക്കി. ആ ഡ്യൂ ആക്കിയിട്ടുള്ള എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തു? പേ ചെയ്തു. ഇപ്പോൾ ഏത് മെത്തേഡായാലും ഉപയോഗിക്കുന്ന 2 ജേണൽ എൻട്രീസ് മാത്രമാണ് റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റലിന് വേണ്ട. ഒരു സെപ്പറേറ്റ് ജേണൽ എൻട്രിയുടെ ആവശ്യമില്ല, ഒരു സ്പെഷ്യൽ പ്രിപ്പറേഷൻ്റെ ആവശ്യമില്ല, സ്പെഷ്യൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല. എന്താണ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡിനറി ജേണൽ എൻട്രീസ് മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ടത് ശ്രദ്ധിക്കാം. രണ്ടാമത്തെ മെത്തേഡ്, ഫസ്റ്റ് മെത്തേഡ് ഓഫ് എന്താണ് റിഡീമിങ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം. എന്താണ് ഡിബഞ്ചേഴ്സ്, എന്താണ് ലംസം മെത്തേഡ് ഓഫ് റിഡംഷനാണ്. ലംസം മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മെത്തേഡ് ഓഫ് റിഡീമിങ് ഡിബഞ്ചേഴ്സ് നമ്മൾ 4 മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ലംസം മെത്തേഡാണ്. എന്താ ലംസം മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് കൊടുക്കുക. ഇന്ന് 4 lakh rupees നമ്മൾ ഇഷ്യൂ ചെയ്ത് വാങ്ങിക്കഴിഞ്ഞാൽ 5 വർഷമാണ് കാലാവധിയെങ്കിൽ 5ാമത്തെ വർഷം ആ 4 ലക്ഷം ഒന്നിച്ച് തിരിച്ചു കൊടുക്കുക. ദാറ്റ് ഈസ് ലംസം മെത്തേഡ്. ഞാൻ ഒന്നുകൂടി പറയാം, ഐ റിപ്പീറ്റ്. ഡിബഞ്ചർ റിഡംഷൻ മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് റിഡീമിങ് ഡിബഞ്ചേഴ്സ്. അതിലൊന്നാമത്തെ മെത്തേഡാണ് ലംസം മെത്തേഡ്. ലംസം മെത്തേഡ് എന്ന് പറഞ്ഞാൽ പേര് പറയുന്ന പോലെ തന്നെ ഒന്നിച്ച് തിരിച്ചു കൊടുക്കുന്ന മെത്തേഡ്. നമ്മൾ വാങ്ങിയ എമൗണ്ട് എത്രയാണോ അത് ഒന്നിച്ച് മൊത്തമായിട്ട് തിരിച്ചു കൊടുക്കുന്ന മെത്തേഡിനെയാണ് ലംസം മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡാണ് റിഡംഷൻ ബൈ ഡ്രോയിങ് ലോട്ട്സ്. മെത്തേഡ്സ് ഓഫ് റിഡീമിങ് ഡിബഞ്ചേഴ്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് റിഡംഷൻ ഇൻ ലംസമാണ്, ഒന്നിച്ച് തിരിച്ചു കൊടുക്കുക. രണ്ടാമത്തെ മെത്തേഡാണ് റിഡംഷൻ ബൈ ഡ്രോയിങ് ലോട്ട്സ്. അപ്പോൾ ഇതിൽ കമ്പനികൾ ഡിസൈഡ് ചെയ്യുന്നു. ഡിബഞ്ചേഴ്സ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5 lakh rupees ആണ് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡിബഞ്ചേഴ്സ്. കമ്പനി ഡിസൈഡ് ചെയ്യുകയാണ് ഓരോ വർഷവും 5 വർഷം വരെ ഓരോ വർഷവും 1 lakh rupees വെച്ച് നമ്മൾ എന്ത് ചെയ്യുകയാണ്? തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഓരോ വർഷം റിഡീം ചെയ്യുന്ന ഡിബഞ്ചേഴ്സ് എത്രയാണ്? 1 ലക്ഷം രൂപയുടെയാണ്. അങ്ങനെ 5ാമത്തെ വർഷം ആകുമ്പോഴേക്കും ഓരോ വർഷവും 1 lakh വെച്ച് തിരിച്ചു കൊടുത്ത് 5ാമത്തെ വർഷം കൊണ്ട് റിഡംഷൻ പൂർത്തിയാക്കുന്ന മെത്തേഡാണ് ഈ പാർട്ടായിട്ടുള്ള റിഡംഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ഒരു പ്രശ്നം അവിടെ റൈസ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ വർഷം റിഡീം ചെയ്യുന്ന 1 lakh rupees 1 lakh ഡിബഞ്ചേഴ്സിനെ സെലക്ട് ചെയ്യാം. 5 ലക്ഷം രൂപയുടെ ഡിബഞ്ചേഴ്സ് ഉണ്ട്. അതിൽ ആദ്യം റിഡീം ചെയ്യുന്ന ഡിബഞ്ചേഴ്സിനെ എങ്ങനെ സെലക്ട് ചെയ്യാം? അവിടെയാണ് പ്രസക്തി വരുന്നത് ഡ്രോയിങ് ബൈ ലോട്ട്സ്. അവിടെ കമ്പനി സ്വീകരിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് റിഡംഷൻ ബൈ ഡ്രോയിങ് ലോട്ട്സ്. അതായത് ലോട്ട് ഇടുന്ന കമ്പനി ലോട്ട് ഇട്ട് ആദ്യത്തെ വർഷം ലോട്ട് എടുത്ത് 1 ലക്ഷം രൂപയുടെ ഡിബഞ്ചർ സെലക്ട് ചെയ്യുന്നു.
രണ്ടാമത്തെ വർഷം വീണ്ടും ലോട്ടിട്ട് 1 ലക്ഷം രൂപയുടെ ഡിബഞ്ചർ സെലക്ട് ചെയ്യുന്നു. മൂന്നാമത്തെ വർഷം വീണ്ടും ലോട്ടിട്ട് സെലക്ട് ചെയ്യുന്നു. നാലാമത്തെ വർഷം സെലക്ട് ചെയ്യുന്നു. അഞ്ചാമത്തെ വർഷം സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആകെ 1 lakh മാത്രമേ ബാക്കിയുള്ളൂ. ഈ മെത്തേഡിനെയാണ് റിഡംഷൻ ബൈ ഡ്രോയിങ് ലോട്ട്സ്. അപ്പോൾ റിഡംഷൻ ബൈ ഡ്രോയിങ് ലോട്ട്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കമ്പനി ഡിസൈഡ് ചെയ്യുന്നു പാർട്ടായിട്ടുള്ള റിഡംഷൻ. ഓരോ വർഷവും ഒരു ഫിക്സഡ് പാർട്ടായിട്ടുള്ള റിഡംഷൻ കമ്പനി പ്ലാൻ ചെയ്യുകയും അത് സെലക്ട് ചെയ്യുന്നൊരു മെത്തേഡ് മാത്രമാണ് റിഡംഷൻ ബൈ ലോട്ട്സ്. ലോട്ടറി മെത്തേഡ് ഉപയോഗിച്ച് ഈ റിഡീം ചെയ്യേണ്ട ആദ്യം റിഡീം ചെയ്യുന്ന ആദ്യ വർഷങ്ങൾ റിഡീം ചെയ്യേണ്ട കമ്പനികളെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. കമ്പനികളെല്ലാം ഡിബഞ്ചേഴ്സിനെ സെലക്ട് ചെയ്യുന്ന മെത്തേഡ് ലോട്ടറി മെത്തേഡ് ഉപയോഗിച്ച് സെലക്ട് ചെയ്യുന്ന കാരണം കൊണ്ടാണ് അതിനെ റിഡംഷൻ ബൈ ലോട്ട്സ് അല്ലെങ്കിൽ ലോട്ടറി മെത്തേഡ് എന്നുള്ള പേര് വന്നിട്ടുള്ളത്. അടുത്ത തേർഡ് മെത്തേഡാണ് റിഡംഷൻ ബൈ പർച്ചേസ് ഇൻ ദ ഓപ്പൺ മാർക്കറ്റ്. റിഡംഷൻ ബൈ പർച്ചേസ് ഇൻ ദ ഓപ്പൺ മാർക്കറ്റ് എന്ന് പറയുന്നത് കമ്പനി ഡിബഞ്ചർ റിഡീം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കുക എന്നാണ് അർത്ഥം. അത് ആഫ്റ്റർ ഒരു സ്പെസിഫിക് ടൈം കഴിഞ്ഞതിന് ശേഷമാണ് കമ്പനി എന്ത് ചെയ്യുന്നത്, ഡിബഞ്ചർ റിട്ടേൺ ചെയ്യുന്നത്. ഡിബഞ്ചറിന് കടമായി വാങ്ങിയ തുക കുറച്ച് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു കൊടുത്തിട്ടാണ് കമ്പനി ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യുന്നത്. പക്ഷേ ഈ മെത്തേഡ് എന്ന് പറയുന്നത് ഡിബഞ്ചർ റിഡംഷൻ ബൈ പർച്ചേസ് ഇൻ ദ ഓപ്പൺ മാർക്കറ്റ് എന്നാണ്. ഫ്രം ദി ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ്. ഓപ്പൺ മാർക്കറ്റ് പർച്ചേസിലൂടെ റിഡീം ചെയ്യുന്ന മെത്തേഡിനെയാണ് ഡിബഞ്ചർ റിഡംഷൻ ബൈ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലാകാത്ത കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കമ്പനികളുടെ സ്റ്റോക്സ് ആൻഡ് സെക്യൂരിറ്റീസ് വാങ്ങാൻ പറ്റുന്ന ഒരു ഓപ്പൺ മാർക്കറ്റാണ് ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത്. ആ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് നമുക്ക് ആർക്ക് വേണമെങ്കിൽ ഏത് കമ്പനിയുടെ വേണമെങ്കിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഷെയറും മറ്റ് സ്റ്റോക്സൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാം. ഇതുപോലെ കമ്പനിക്കും സ്വന്തം ഡിബഞ്ചർ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡിബഞ്ചർ 100 രൂപയുടെയാണ്. 100 രൂപയുടെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു. 5 വർഷത്തേക്കാണ് കമ്പനി ഡിബഞ്ചറിൻ്റെ കാലാവധി. അപ്പോൾ 5 വർഷം കഴിഞ്ഞാൽ ഈ ഡിബഞ്ചറിനൊക്കെ കമ്പനി 100 രൂപ തിരിച്ചു കൊടുക്കേണ്ടി വരും. പക്ഷേ മാർക്കറ്റിലുള്ള പല ഫ്ലക്ച്വേഷൻസിൻ്റെ ഭാഗമായി ഇപ്പോൾ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 90 റുപ്പീസാണ്, 90 രൂപയാണ്. അപ്പോൾ കമ്പനി എന്ത് ചെയ്യുന്നു, കമ്പനിയുടെ കയ്യിൽ സഫീഷ്യൻറ്റ് ഫണ്ട് ഉണ്ടെങ്കിലും കമ്പനിയുടെ റൂൾസിൽ ഇത്തരം കാര്യങ്ങൾ അലോ ചെയ്തിട്ടുണ്ടെങ്കിലും കമ്പനിക്ക് എന്ത് ചെയ്യാം, ഈ 100 രൂപയ്ക്ക് മാർക്കറ്റിലേക്ക് ഇറക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഡിബഞ്ചർ 90 രൂപയ്ക്ക് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്താൽ കമ്പനിക്ക് 10 രൂപ അവിടെ പ്രോഫിറ്റ് കിട്ടും. ഈ മെത്തേഡിനെയാണ് ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും മനസ്സിലായിട്ടില്ലെങ്കിൽ കുട്ടികൾ ശ്രദ്ധിക്കുക. നമ്മളെല്ലാവരെ പോലെ തന്നെ കമ്പനിക്കും ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഷെയർ മാർക്കറ്റിൽ നിന്ന് ഡിബഞ്ചർ സാധാരണ ഒരു പൗരൻ്റെ പോലെ തന്നെ പർച്ചേസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. കമ്പനിയുടെ റൂൾസ് അതിനെ അലോ ചെയ്യുകയാണെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാം, ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഡിബഞ്ചർ പർച്ചേസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ആ ഡിബഞ്ചർ പർച്ചേസ് ചെയ്യുന്ന മെത്തേഡിനെയാണ് എന്തായിട്ട് പറയുന്നത്, ഡിബഞ്ചർ റിഡംഷൻ ബൈ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് എന്ന് പറയുന്നത്. ഇവിടെ എ കമ്പനി ക്യാൻ റിഡീം their debentures from the open market purchase if the articles permit the open market purchase. കമ്പനിക്ക് ഇത് ചെയ്യണമെങ്കിൽ കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പെർമിറ്റ് ചെയ്താൽ മാത്രമേ, ആർട്ടിക്കിൾസിൽ ഇതിനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് കമ്പനിക്ക് ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്താൻ സാധിക്കുള്ളൂ. 2, ഇറ്റ് ക്രിയേറ്റ്സ് മോർ മീനിങ് ഫുൾ യൂസ് ഓഫ് ക്യാഷ് റിസോഴ്സസ്. ഇത് കമ്പനിക്ക് ഒരു പക്ഷേ അവരുടെ ക്യാഷ് റിസോഴ്സസ് കുറച്ചുകൂടി മീനിങ് ഫുള്ളായിട്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണിത്. ഇനി ഇതിന് ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്തൊക്കെയാണ് ഓപ്പൺ മാർക്കറ്റ് പർച്ചേസിൻ്റെ അഡ്വാൻറ്റേജ് നോക്കാം. ഒന്നാമത്തെ അഡ്വാൻറ്റേജ്, അവൈലബിൾ അറ്റ് ലോവർ റേറ്റ്. ഞാൻ നേരത്തെ എക്സാമ്പിളിൽ പറഞ്ഞിരുന്നു, 100 രൂപയുടെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു 5 വർഷത്തേക്ക്. 5 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ 100 രൂപ കൊടുക്കണം അല്ലേ? പക്ഷേ ഇപ്പോൾ മാർക്കറ്റിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 90 റുപ്പീസാണ്, 90 രൂപയാണ്. അപ്പോൾ ഇപ്പോൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര രൂപ ലാഭമുണ്ട്? 10 രൂപ ലാഭമുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, കുറഞ്ഞ വിലയ്ക്ക് അത് അവൈലബിൾ ആയിരിക്കും മാർക്കറ്റിൽ. 2, ഷെയർസ് അല്ലെങ്കിൽ സേവ്സ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരില്ല. നമ്മളൊരു ഔട്ട്കമർ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഡിബഞ്ചർ ഹോൾഡേഴ്സൊക്കെ പുറത്തുള്ളവരാണെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ടും എല്ലാ വർഷവും നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ഇത് നമ്മുടെ സ്വന്തം ഡിബഞ്ചർ നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരില്ല, ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടി വരില്ല. അപ്പോൾ ഇൻട്രസ്റ്റ് അതിൻ്റെ ഇൻട്രസ്റ്റ് സേവ് ചെയ്യാൻ സാധിക്കും. 3ാമത്തെ പോയിന്റ്, നോ നീഡ് ടു പേ
പ്രീമിയം പേ ചെയ്യേണ്ടി വരില്ല. അപ്പോൾ നമ്മളിത് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് പ്രീമിയത്തിലാണ് ഇതിൻ്റെ റീപേയ്മെൻറ്റ്. റിഡംഷൻ അറ്റ് പ്രീമിയമാണ്. ഈ 100 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡിബഞ്ചർ 5 വർഷത്തിന് ശേഷം 110 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രീമിയം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരില്ല, പേ ചെയ്യേണ്ടി വരില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പം ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഇതിനെ ഒന്നുകൂടി പറയാം. എന്താണ് റിഡംഷൻ ബൈ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഡിബഞ്ചർ 5-10 വർഷം കഴിഞ്ഞ് തിരിച്ച് നമ്മൾ കൊടുക്കേണ്ട ഡിബഞ്ചർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ വില കുറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ, ഇപ്പം ഒരു സ്ട്രഗിൾ വന്നു കഴിഞ്ഞാൽ എല്ലാ ഷെയർസിനും എല്ലാ സ്റ്റോക്സിനും വില താഴേക്ക് പോകും. അത്തരമൊരു സിറ്റുവേഷനൊക്കെ വരികയാണെങ്കിൽ ഇപ്പോൾ വില കുറഞ്ഞ് നിൽക്കുന്ന ഒരു ഡിബഞ്ചർ ആണെങ്കിൽ നമുക്കത് പർച്ചേസ് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. അങ്ങനെ വാങ്ങുന്നതിനെയാണ് പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് എന്നുള്ള പേരുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത്തരം കേസുകളിൽ ആ കമ്പനിക്ക് സ്വന്തം ഡിബഞ്ചർ മാർക്കറ്റിൽ നിന്ന് വിലയ്ക്ക് വാങ്ങുന്നത് കൊണ്ട് ആ കമ്പനിക്ക് കുറച്ചുകൂടി നേട്ടങ്ങളുണ്ട്. എന്തൊക്കെയാണ് നേട്ടങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, വില കുറച്ച് കൊടുത്താൽ മതി. 2, അതിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. നമുക്ക് സ്വന്തം ഡിബഞ്ചറിന് ഇൻട്രസ്റ്റ് സ്വയം വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ, ഇൻട്രസ്റ്റ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. 3-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതിന് പ്രീമിയം കൊടുക്കേണ്ടി വരില്ല. പ്രീമിയം എന്ന് പറയുന്നത് കൂടുതൽ വില. നമ്മൾ റെഡീം ചെയ്യുന്ന സമയത്ത് പ്രീമിയത്തിലാണ് റെഡീം ചെയ്യുന്നതെങ്കിൽ ആ പ്രീമിയം കൊടുക്കേണ്ടി വരില്ല. ഇത്രയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ബെനിഫിറ്റ്സ് മനസ്സിലായല്ലോ. അപ്പോൾ ഏകദേശം കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് റിഡംഷൻ ബൈ പർച്ചേസ് ഇൻ ദ ഓപ്പൺ മാർക്കറ്റ്. ആ പേരിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇനി ദർ ആർ 2 മെത്തേഡ്സ് ഫോർ പർച്ചേസ് ഇൻ ദ ഓപ്പൺ മാർക്കറ്റ്. 2 രീതിയിലാണ് ഓപ്പൺ മാർക്കറ്റ് പർച്ചേസിന് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന്, ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് ഫോർ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ. അതായത് നമ്മൾ വാങ്ങി അപ്പോൾ തന്നെ അതെന്ത് ചെയ്യുന്നു, ക്യാൻസൽ ചെയ്ത് കളയുന്നു. ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് ഫോർ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഡിബഞ്ചർ വാങ്ങി അത് എന്ത് ചെയ്യുന്നില്ല, മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ, അല്ലെങ്കിൽ നമ്മുടെ പേരിൽ അത് നിലനിർത്തുന്നില്ല. അത് നമ്മൾ വാങ്ങി, അതിന് ലാഭം നഷ്ടമായിക്കോട്ടെ, അത് വാങ്ങി നമ്മൾ അപ്പോൾ തന്നെ റൈറ്റ് ഓഫ് ചെയ്ത് ക്യാൻസൽ ചെയ്ത് കളയുന്ന ഫോർ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. 2, ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസ്, നമ്മൾ കുറച്ച് നാളത്തേക്ക് റീറ്റെയിൻ ചെയ്യും. 2 മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. പർച്ചേസ് ഫ്രം ദി ഓപ്പൺ മാർക്കറ്റ് എന്ന് പറയുന്ന ഈ റിഡംഷൻ മെത്തേഡ് 2 രീതിയിൽ ചെയ്യാറുണ്ട്. ഒന്ന്, പർച്ചേസ് ഫോർ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ, അപ്പം തന്നെ ക്യാൻസൽ ചെയ്ത് കളയാം, അത് മെയിൻറ്റെയിൻ ചെയ്യില്ല. 2, പർച്ചേസ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്, അത് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡിലേക്ക് മാറ്റുക. ഇതാണ് ചെയ്യുന്നത്. ഇതിൽ പർച്ചേസ് ഫോർ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷനിൽ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ജേണൽ എൻട്രി എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഏറ്റവും സിമ്പിൾ ജേണൽ എൻട്രിയാണ്. കുട്ടികൾക്കത് വളരെ ഈസിയാണ് പഠിക്കാൻ. കുട്ടികൾ ശ്രദ്ധിക്കുക. 1-ാമത്തെ ജേണൽ എൻട്രി അറ്റ് പാറിലാണെങ്കിൽ ഒരു സാധാരണ ജേണൽ എൻട്രിയാണ്. ദാറ്റ് ഈസ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്. ഫോർ എക്സാമ്പിൾ 10 രൂപയുടെ ഡിബഞ്ചർ അല്ലെങ്കിൽ 100 രൂപയുടെ ഡിബഞ്ചർ ആണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാം. ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് 100 ടു ബാങ്ക് അക്കൗണ്ട് 100. ഇതൊരു ഓർഡിനറി ജേണൽ എൻട്രിയാണ്. കാരണം നമ്മളൊരു പെന്ന് മേടിക്കുകയാണെങ്കിൽ എന്താ വരിക, പെൻ അക്കൗണ്ട് അറ്റ് ₹5 ടു ക്യാഷ് അക്കൗണ്ട് ₹5. ഇതേ ജേണൽ എൻട്രിയാണ് ഇവിടെ. അപ്പോൾ ഇത് ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ്റെ ജേണൽ എൻട്രി നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഡിബഞ്ചർ വാങ്ങുന്ന ഒരു ജേണൽ എൻട്രി സെയിം ആണ്. ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് അല്ലേ. ഇനി ഇവിടെ അടുത്ത ഒരു കേസ് ഉണ്ട്. ഡിസ്കൗണ്ടിൽ വാങ്ങുകയാണെങ്കിൽ നമുക്ക് 100 രൂപയുടെ ഒരു പ്രോഡക്റ്റ് 90 രൂപയ്ക്ക് കിട്ടി, എന്താ ഉണ്ടാവുക, ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് 100 തന്നെ, അതിൽ മാറ്റില്ല അല്ലേ. ടു ബാങ്ക് 90 rupees അല്ലേ. ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ 10 രൂപ. നമുക്ക് കിട്ടിയുള്ള ഡിസ്കൗണ്ട് നമ്മൾ ഡിസ്കൗണ്ട് എന്നല്ല എഴുതുക, അത് നമ്മുടെ പ്രോഫിറ്റാണ്. പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ആണ് 10 രൂപ അല്ലേ. അപ്പോൾ ഡിസ്കൗണ്ട് ആണ് ഇതിൻ്റെ പ്രത്യേക സ്പെഷ്യാലിറ്റി എന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ടിലാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് 100 രൂപ വിലയുള്ള ഡിബഞ്ചേഴ്സിനെ നമ്മൾ കൊടുത്തത് എത്രയാണ്, ടു ബാങ്ക് അക്കൗണ്ട് 90 rupees അല്ലേ. അപ്പോൾ ഡിസ്കൗണ്ട് എത്രയാണ്, 10 രൂപ. പക്ഷേ ഡിസ്കൗണ്ട് എന്നല്ല എഴുതുക, നമുക്ക് പ്രോഫിറ്റാണ് അല്ലേ. 100 രൂപ വിലയുള്ള ഒരു ഐറ്റം നമുക്ക് 90 രൂപയ്ക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ 10 രൂപ പ്രോഫിറ്റാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് 100 ടു ബാങ്ക് അക്കൗണ്ട് 90, ദെൻ ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ അക്കൗണ്ട് 10. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട്, നമ്മൾ പ്രീമിയത്തിൽ കൊടുത്തു അല്ലേ, പ്രീമിയത്തിലാണ് വാങ്ങിയത് അല്ലേ. അപ്പോൾ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് 100, ദെൻ ലോസ് ഓൺ റിഡംഷൻ 10 രൂപ. ടു ബാങ്ക് അക്കൗണ്ട് 110 രൂപ. ഒന്നുകൂടി പറയാം.
പ്രീമിയത്തിലാണെങ്കിൽ 100 രൂപയുടെ പ്രോഡക്റ്റ് 110 രൂപയ്ക്ക് വാങ്ങുമ്പോഴാണ് അതിനെ പ്രീമിയം എന്ന് പറയാം അല്ലേ. അപ്പോൾ എന്തുണ്ടായിരിക്കും? ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് 100. ഇതിനെന്താണ്? ലോസ് ഓൺ റിഡംഷൻ. നമുക്ക് 10 രൂപ എന്ന് പറയുന്നത് പ്രീമിയം അല്ല, ലോസാണ്. ലോസ് ഓൺ റിഡംഷൻ അക്കൗണ്ട് അറ്റ് 10 rupees 10 ടു ബാങ്ക് അക്കൗണ്ട് 110 rupees. ഇത്രയാണ് ഇതിൻ്റെ ജേണൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. പ്രോബ്ലം നമുക്ക് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. പ്രോബ്ലം ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്രോബ്ലം ക്യാൻസലേഷൻ്റെ പ്രോബ്ലമാണ്, അല്ലെങ്കിൽ എന്താണ് ഓപ്പൺ മാർക്കറ്റ് പർച്ചേസിൻ്റെ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ്റെ പ്രോബ്ലമാണ്. പേജ് നമ്പർ 185 ഇല്ലസ്ട്രേഷൻ 15 ആണ്. ഇതിൽ ഞാൻ ആദ്യം പ്രോബ്ലം വായിക്കാം. ഓൺ January 1st, 2010 JK Company Limited made an issue of 8,014% debentures of rupees 100 each at a par. അപ്പോൾ 8,000 ഡിബഞ്ചേഴ്സിൻ്റെ പേരെന്ന് പറയുന്ന അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയുന്ന കാര്യമെന്ന് പറയുന്നത് 14% ഡിബഞ്ചേഴ്സാണ്. ഒരു ഡിബഞ്ചറിൻ്റെ വില 100 രൂപയാണ്. പാറിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. പാറിലെന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ടോ അല്ലെങ്കിൽ എന്താണ് പ്രീമിയോ ഇല്ല, ഫേസ് വാല്യൂലാണ് ചെയ്യുന്നത്. മാത്രമല്ല ടേം ഓഫ് ദ കമ്പനി പ്രൊവൈഡഡ് ഫോർ ദ റിഡംഷൻ, the terms of issue എന്ന് തന്നെ ആയിക്കോട്ടെ. The terms of issue provided for the redemption of 30,000 debentures every year commencing from 2011 by purchase at par. അപ്പോൾ 2011 മുതൽ നമ്മൾ 30,000 രൂപയുടെ ഡിബഞ്ചേഴ്സ് ഓരോ വർഷം നമ്മൾ എന്ത് ചെയ്യണം? അത് റിഡീം ചെയ്തുകൊണ്ടിരിക്കണം. 2011 മുതലേ വേണ്ടു. നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് January 2010 അപ്പോൾ അടുത്ത വർഷം 2011 മുതലേ ഓരോ വർഷവും 30,000 രൂപയുടെ ഡിബഞ്ചർ ഇങ്ങനെ റിഡീം ചെയ്തുകൊണ്ടിരിക്കണം ഓരോ വർഷവും. ഇനി പറയുന്നു ഡ്യൂറിങ് 2011 ദ കമ്പനി പർച്ചേസ്ഡ് ഫ്രം ദി ഓപ്പൺ മാർക്കറ്റ് ഡിബഞ്ചേഴ്സ് ഓഫ് ദ ഫേസ് വാല്യൂ ഓഫ് ₹16,000 at ₹95 per debenture and ₹14,000 debentures at ₹90 per debentures. കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നുകൂടി പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്യാം. 8,000 ഡിബഞ്ചറാണുള്ളത്. ഒരു ഡിബഞ്ചറിൻ്റെ വില 100 രൂപയാണ്. നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് January 1st, 2010 January 1st, 2010 ഇത് ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെ ഇഷ്യൂ ചെയ്ത ഡിബഞ്ചറിനുള്ള ഒരു റിഡംഷൻ പ്രോസസ്സ് അവിടെ തന്നെ പറയുന്നുണ്ട്. 2011 മുതൽ, അതായത് അടുത്ത വർഷം മുതൽ 30,000 രൂപ ഓരോ വർഷവും എന്ത് ചെയ്യണം? റിഡീം ചെയ്യണം. അത് എങ്ങനെ വേണം? ഓപ്പൺ മാർക്കറ്റ് പർച്ചേസാണ് അല്ല. അപ്പോൾ ഈ വർഷം 2011 മുതൽ ചെയ്യേണ്ട എത്രയാണ്? 30,000 റുപ്പീസിൻ്റെ റിഡംഷനാണ് അല്ലേ. അപ്പോൾ ഇവിടെ കമ്പനി പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങൾ ഈ വർഷം 2011 ചെയ്തിട്ടുള്ള 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് 14,000 രൂപയുടെയും 16,000. അപ്പോൾ എത്രയും 30,000 രൂപയായി. 14,000, 16,000 രൂപയുടെ എമൗണ്ടുകൾ അവരെന്ത് ചെയ്തു? ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് നടത്തി കഴിഞ്ഞു. ഇതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് നമുക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ₹16,000 ഡിബഞ്ചേഴ്സ് അറ്റ് ₹95 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2011 മുതൽ 2011 2 എമൗണ്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. 16,000 രൂപയുടെ ഡിബഞ്ചർ 95 രൂപയ്ക്ക്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ₹16,000 100 രൂപയുടെ ഡിബഞ്ചറാണ്. ഒരു ഡിബഞ്ചറിൻ്റെ വാല്യൂ 100 രൂപയാണ് എന്ന് പറയുന്നത്. ₹16,000 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി 160 നമ്പറാണ്. 160 നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സാണ്. അത് വാങ്ങിയത് 95 രൂപയ്ക്കാണ്. അപ്പോൾ നമുക്ക് 5 രൂപ പ്രോഫിറ്റാണ്. അപ്പോൾ 160 ഇൻറ്റു 95 എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള എമൗണ്ട് 15,200 15,200 അല്ലേ. നമ്മുടെ ലാഭം എന്ന് പറയുന്നത് 160 ഇൻറ്റു 5, ഒരു ഡിബഞ്ചറിന് 5 രൂപ വെച്ച് 800 രൂപയാണ് നമ്മുടെ ലാഭം. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 800 റുപ്പീസാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ പർച്ചേസ്. രണ്ടാമത്തെ പർച്ചേസ് എന്ന് പറഞ്ഞാൽ 14,000 ഡിബഞ്ചേഴ്സ്. അപ്പോൾ ഒരു ഡിബഞ്ചറിൻ്റെ വാല്യൂ 100 രൂപയാണ്. ഒരു ഡിബഞ്ചറിൻ്റെ വാല്യൂ 100 രൂപയാണെങ്കിൽ നമുക്കറിയാം 140 ഡിബഞ്ചറാണ്. ആ ഡിബഞ്ചറിന് ഒരെണ്ണത്തിന് 90 രൂപയായിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. 90 രൂപയായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പേ ചെയ്തിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 12,600 ആണ്. ദെൻ നമ്മുടെ ലാഭം എന്ന് പറയുന്നത് 10 രൂപ വെച്ച് 140-ന് 10 രൂപ വെച്ച് 1,400 രൂപയാണ് നമ്മുടെ ലാഭം എന്ന് പറയുന്നത്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ജേണലൈസ് ചെയ്യാനാണ്. അപ്പോൾ ജേണലൈസ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾ ശ്രദ്ധിക്കുക. ആദ്യം
നമുക്ക് 2010 ജാനുവരി 1-ാം തീയതി നമുക്ക് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് നമ്മൾ 8,000 നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സാണ്. ഒരു ഡിബഞ്ചറിൻ്റെ വില 100 രൂപയാണ്. അപ്പോൾ കുട്ടികൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എഴുതിയിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 8,000 × 100. അപ്പോൾ ഇവിടെ 8,000 × 100 8 lakh rupees. 2 എന്ത് ഇഷ്യൂ ചെയ്തിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? 14% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഇതൊരു നോർമൽ ജേർണൽ എൻട്രി ആണ്. നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന ജേർണൽ എൻട്രി ആണ്. എല്ലാവർക്കും അല്ലെങ്കിൽ ഞാനിവിടെ നരേഷ് എഴുതുന്നുണ്ട് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് കഴിഞ്ഞു. ഇനി 2011 വരുന്നത്. 2011 എന്താണ് ഡിസംബർ 31 കാരണം എന്താണെന്ന് വെച്ചാൽ 2011 നമ്മൾ ഡേറ്റ് പറയുന്നില്ല. 2011 ഡിസംബർ 31 എന്ന് വിചാരിക്കുക. നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ 14% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 14% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ. നമ്മൾ 14% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞ് നമ്മൾ എത്ര രൂപയുടെ ഡിബഞ്ചറാണ് വാങ്ങിയെന്ന് നോക്കുക കുട്ടികൾ. നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എല്ലാ വർഷവും 30,000 rupees 30,000 ഡിബഞ്ചേഴ്സാണ് റെഡീം ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 2011 2 എമൗണ്ടുകൾ പറഞ്ഞിട്ടുണ്ട്. 16,000 14,000 ആണ്. അപ്പോൾ 14% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 30,000 30,000 രൂപയുടെ ഡിബഞ്ചേഴ്സാണ്. അത് നമ്മൾ ടു ബാങ്ക് അക്കൗണ്ട് നമ്മൾ കൊടുത്ത പൈസ ഞാനിവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. 160 × 95 140 × 90 അങ്ങനെ 15,200 12,600 കൂടി ചേർത്ത് 27,800 നമ്മൾ പൈസ കൊടുത്തത്. 27,800. വീണ്ടും ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ അക്കൗണ്ട് നമുക്ക് വന്നിട്ടുള്ള 2,200. എങ്ങനെയാണ് പ്രോഫിറ്റ് വന്നതെന്ന് ഇവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. 160-ന് 5 രൂപ വെച്ചും 140 ഡിബഞ്ചേഴ്സിന് 10 രൂപ വെച്ചും നമുക്ക് 2,200 രൂപയാണ് പ്രോഫിറ്റ് വന്നിട്ടുള്ളത്. ദെൻ അതിന് നരേഷ് എഴുതുക ക്യാൻസലേഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഇനി എന്ത് ചെയ്യുക? കിട്ടിയ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യുക? ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റുക. ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. അപ്പോൾ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ 2,200 ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് 2,200. നരേഷ് എഴുതുക പ്രോഫിറ്റ് ട്രാൻസ്ഫർ. ഇത്രയാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. ഞാനൊന്നുകൂടി പറയാം. ആദ്യത്തെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്ത ജേർണൽ എൻട്രിയാണ്. 8,000 ഡിബഞ്ചർ 100 രൂപയിൽ നമ്മൾ ഇഷ്യൂ ചെയ്തു. 8 lakh rupees ആണ് വരുന്നത്. നമുക്ക് പൈസ കിട്ടി. പിന്നീട് 2011 മുതൽ എല്ലാ വർഷവും 30,000 രൂപയുടെ റിഡംഷനാണ് നമ്മൾ നടത്തേണ്ടത്. ആദ്യത്തെ വർഷം നമ്മൾ റിഡീം ചെയ്യുന്നു 2011 14% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 30,000. നമ്മൾ അതിന് കൊടുത്ത പൈസ ഞാനിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് ബോർഡിൽ. ദാറ്റ് ഈസ് 27,800. വേണേ ബ്രാക്കറ്റിൽ ഇവിടെ കുട്ടികൾക്ക് ഇടാട്ടോ. 160 × 95 പ്ലസ് 140 × 90. ഇതാണ് 27,800. അതാണ് 27,800. വീണ്ടും ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ദാറ്റ് ഈസ് 2,200. ഒന്നിൽ 5 രൂപയും മറ്റൊന്ന് 10 രൂപയാണ് പ്രോഫിറ്റ് വന്നിട്ടുള്ളത്. അതും വേണമെങ്കിൽ എഴുതാം നമുക്ക്. 160 × 5 പ്ലസ് 140 × 10. ദെൻ ലാസ്റ്റ് ചെയ്യുന്നത് എന്താണ്? പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ആയിട്ടുള്ള 2,200 അതൊരു ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും.